ന്യൂസ് 16 കേരള. ഗസയിൽ ഇസ്രയേൽ കഴുത മോഷണം നടത്തുന്നെന്ന ഹമാസ്. നൂറുകണക്കിന് കഴുതകളെ ഫ്രാൻസിലേക്ക് കയറ്റി അയച്ച ഇസ്രയേൽ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ഇസ്രയേൽ ഗാസ കീഴടക്കിയതിന് പിന്നാലെ നൂറുകണക്കിന് കഴുതകളെയാണ് ഇസ്രയേൽ സർക്കാർ ഫ്രാൻസിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. ഗാസയിൽ നിന്നും പിടികൂടിയ കഴുതകളെയാണ് ഇത്തരത്തിൽ ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. അതേസമയം ഇസ്രയേൽ തങ്ങളുടെ കഴുതകളെ മോഷ്ടിക്കുകയാണ് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതിനു ശേഷം ഗാസയിലെ മുഴുവൻ ജനങ്ങളോടും പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. വലിയൊരു വിഭാഗം ജനങ്ങളും ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. ഇതോടെ പല വീടുകളിലും വളർത്തിയിരുന്ന കഴുതകൾ ഗാസയിലുടനീളം അനാഥരായി അലഞ്ഞു നടക്കേണ്ടി വന്നു. ഗതാഗത സൗകര്യങ്ങളുടെ കുറവും പെട്രോളിന്റെ ക്ഷാമവും മൂലം ഗാസയിലെ ജനങ്ങൾ ഗതാഗത സൗകര്യത്തിനും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഈ കഴുതകളെയായിരുന്നു. ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന്റെ കൈകളിലായതോടെ ഈ കഴുതകളുടെ രക്ഷാപ്രവർത്തനം ഇസ്രായേൽ ഏറ്റെടുത്തു. നൂറുകണക്കിന് കഴുതകളെയാണ് ഇതുവരെയായി ഗാസയിൽ നിന്നും ഇസ്രായേൽ സംരക്ഷണത്തിനായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ഗാസയിലെ സംഘർഷത്തിന് അയവ് വന്നതോടെ ഹമാസ് ഭീകരർ ഉൾപ്പെടെ തിരിച്ചു വരുന്നതായും വീടുകളുടെയും മറ്റു നിർമ്മാണം ആരംഭിക്കുന്നതായും ഇസ്രായേലിന് വിവരം ലഭിച്ചിരുന്നു. നിർമ്മാണ സാമഗ്രികൾ കഴുതപ്പുറത്ത് ചുമന്നാണ് ഇവർ പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചിരിക്കുന്നത്. ഈ പ്രവൃത്തി തടയാൻ കൂടിയാണ് ഗാസയിലെ കഴുതകളെ ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ കഴുതകളെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഹമാസ് അറബ് രാജ്യങ്ങൾക്ക് മുമ്പിൽ പരാതിപ്പെടുന്നത്. ന്യൂസ് 60 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.